എത്രാം റാങ്ക് വരെയാണെന്ന് പറഞ്ഞത്? മൂന്നാം റാങ്ക്. ഒന്നാം റാങ്ക് മുതൽ എല്ലാ റാങ്ക് വരും ഇവിടെ ഉണ്ട്. അടിമുടി നല്ല ഒരു വ്യവസ്ഥിതിയോടുകൂടി PSCയെ രൂപകൽപ്പന ചെയ്യണം എന്നുള്ളത് കേരളത്തിലെ നമ്മുടെ കുട്ടികളുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. നൂറിൻ്റെ ഉള്ളിൽ വന്നാൽ സേഫ് ആണെന്നാണ് പൊതുവെ ഒരു ധാരണ. അത് പാടെ മാറ്റുന്ന തരത്തിലായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെ LPST റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. 2 മാസം കൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ച ജോലി ഇപ്പോൾ 1 വർഷവും 2 മാസവും കഴിഞ്ഞു, എന്നിട്ടും അത് കിട്ടുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ യുവാക്കൾ പുറത്തേക്ക് പോരുതെന്ന് പറയുന്നു, പക്ഷേ നമ്മളിവിടെ തെരുവിലിരിക്കേണ്ട അവസ്ഥയാണ്. മാസം പ്രായമുള്ള കുട്ടികളുള്ള അമ്മമാരുണ്ട്, ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികൾ അവരിവിടെ വന്നിട്ടുണ്ട് സമരത്തിന്. എന്താണ് അവരുടെ അവസ്ഥ? അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവരുടെ അവസ്ഥ എന്താണ്? നമസ്കാരം. LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധ സമരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ സമരവേദിയിൽ എത്തിയിരിക്കുകയാണ്. അധികാരത്തിനൊപ്പം കഷ്ണം, അധികാരത്തിനൊപ്പം കഷ്ണം. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് PSCക്ക് ഈ നിമിഷം വരെ PSC അംഗങ്ങളായി ഇരിക്കേണ്ടവരുടെ യോഗ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പോലും ഇല്ലാതെയാണ് കാലാകാലമായിട്ട് PSC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നടന്ന ക്രമക്കേടുകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ അവർക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുമ്പോൾ ഈ PSCയുടെ ചെയർമാൻ ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ സെക്രട്ടറി അറിയാതെ ഈ കാര്യം നടക്കില്ല. അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടതുണ്ട്. അപ്പോൾ അടിമുടി നല്ല ഒരു വ്യവസ്ഥിതിയോടുകൂടി PSCയെ രൂപകൽപ്പന ചെയ്യണം എന്നുള്ളത് കേരളത്തിലെ നമ്മുടെ കുട്ടികളുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ സമരസമയത്ത് തലമുണ്ടനം ചെയ്തുകൊണ്ട് ഇവിടെ ചെറുപ്പക്കാരികളും സമരം ചെയ്തു. മുട്ടിലെഴിഞ്ഞുകൊണ്ട് അവർ സമരം ചെയ്തു. ഈ സമരം ചെയ്യുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എന്നേക്കാൾ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള, കാരണം എത്രയോ വർഷം MLA ആയിട്ടും MP ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള പല ആളുകളും അവരുടെ സമരപ്പന്തലിലേക്ക് കടന്നു വന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിലത്തിരുന്ന് സംസാരിച്ചു. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ട് ചിരിക്കാൻ അറിയാവുന്ന, അതിമനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾ എന്ന് ആ വിശേഷണത്തിനപ്പുറം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് പ്രവൃത്തിയാണ് വേണ്ടത്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അമ്മമാർ മാത്രമുള്ള വീടുകൾ വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ വാർദ്ധക്യപ്രായത്തിലുള്ള അമ്മയും ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ ആരും ഇവിടെ ഇല്ല, അവരേതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിലുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് PSC നിയമനങ്ങളിലൂടെയെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരികളെ അവർ വെറുതെയല്ലല്ലോ വരുന്നത്, അവര് കഷ്ടപ്പെട്ട് കഠിനമായി പണിയെടുത്ത് പ്രവർത്തിച്ച് അവർക്ക് അർഹത നേടിയതിനു ശേഷമാണ് ഈ തരത്തിൽ അവർ ഗവൺമെന്റിന്റെ മുന്നിൽ യാചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അത് അത്യന്തം ദുഃഖകരമാണ് എന്നുള്ളത് ഒന്ന്. രണ്ടാമതായിട്ട് അതിനെന്താ മറുപടി പറയാൻ പറ്റാത്തത്? അന്ന് കേരളത്തിൽ ഈ തെരുവിൽ ഇന്നത്തെ ഒരു മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ തെരുവിലിരുന്നല്ലോ, ഇവരോടൊപ്പം ഇവരെ കെട്ടിപ്പിടിച്ചല്ലോ, ഇവരോട് പറഞ്ഞല്ലോ, ഇത് പിണറായി വിജയൻ ഗവൺമെന്റ് കാരണമാണ് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഞങ്ങളായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല കേരളത്തിലെ സ്ഥിതി പറഞ്ഞില്ലേ. അന്നത്തെ ഷാനിമോൾ ഉസ്മാൻ ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അല്ലേ? അപ്പോൾ അന്ന് പറഞ്ഞ വാക്കുകളെല്ലാം
ഇത്ര പെട്ടെന്ന് മറക്കാൻ എങ്ങനെയാണ് UDFന്റെ ഭരണകൂടത്തിന് സാധിച്ചത്? ആ ചോദ്യം ഈ കുട്ടികൾ ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കരികിലേക്ക് അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരണം, അവരുമായിട്ട് ചർച്ച നടത്തണം. ആ പെൺകുട്ടി കരഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് കരയരുത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് കരയുന്നത്? ചെറിയ കുട്ടികളെ വീടിനകത്തിരുത്തിയാണ്. 6 മാസം പ്രായമുള്ള കുട്ടികളുള്ള അമ്മമാരുണ്ട്, ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികൾ അവരിവിടെ വന്നിട്ടുണ്ട് സമരത്തിന്. എന്താണ് അവരുടെ അവസ്ഥ? അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവരുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയെക്കുറിച്ച് യാതൊരു പരിശോധനയുമില്ലാതെ ഒരു ചിന്തയുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ സാധിച്ചത്? എന്തായാലും 1ാം റാങ്കുകാർ ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു സമരവേദിയിൽ ഉണ്ട്. നിലവിലിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ ഉദ്യോഗാർത്ഥികളുമായി സംവദിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് നിരാഹാര സമരം നടക്കുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്താണ് ഉദ്യോഗാർത്ഥികളോട് സംവദിച്ചത് എന്ന് ചോദിക്കാം. എന്താണ് പേരെന്താണ്? അർച്ചന. എവിടെയാണ് സ്ഥലം? എക്സാം എഴുതിയത് കാസർഗോഡ് ജില്ലയിലാണ്, താമസം കോഴിക്കോട് ജില്ലയിൽ. റാങ്ക് 3. അതെ. ശോഭാ സുരേന്ദ്രൻ വന്നു, എന്താണ് സംസാരിച്ചത്? എന്താണ് അതവർ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് ശരിയല്ല. സമരത്തിന് പൂർണ്ണ പിന്തുണ? അതെ, സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ നമ്മളോട് സംസാരിച്ചത്. ഇപ്പം ഈ എത്രാം റാങ്ക് കാരിയാണെന്നാണ് പറഞ്ഞത്? 3ാം റാങ്ക്. 1ാം റാങ്ക് മുതൽ എല്ലാ റാങ്കുകാരും ഇവിടെ ഉണ്ട്. അതെ, വല്ലാത്തൊരവസ്ഥയാണ്. കാരണം 1 വർഷമായി ലിസ്റ്റ് വന്നിട്ട് 2 മാസം കൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ച ജോലി ഇപ്പോൾ 1 വർഷവും 2 മാസവും കഴിഞ്ഞു, എന്നിട്ടും അത് കിട്ടുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ യുവാക്കൾ പുറത്തേക്ക് പോരുതെന്ന് പറയുന്നു, പക്ഷേ നമ്മളിവിടെ തെരുവിലിരിക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നത് കേവലം മന്ത്രിമാരോട് മാത്രമല്ല, ഈ ഒരു എഡ്യൂക്കേഷണൽ ബ്യൂറോക്രസിയോട് കൂടിയാണ്. കാരണം ഈ മന്ത്രിമാർ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ അതായത് കഴിഞ്ഞ ഗവൺമെൻറ് മാറി ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു എന്നുള്ളത് അവർക്ക് പറയാനുള്ളൊരു ന്യായമാണ്. പക്ഷേ ശരിക്കും ഈ എഡ്യൂക്കേഷണൽ ബ്യൂറോക്രസിയിലുള്ള ആളുകളൊന്നും മാറുന്നില്ല. അല്ലെങ്കിൽ അവർ മാറുകയാണെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് ഇതിനു മുന്നേ കഴിഞ്ഞ സർക്കാരുള്ള സമയത്ത് തന്നെ ഈ ഒരു സമരം നടത്തിയിരുന്നു. അപ്പോൾ അതിന് കുറേ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ ഡീറ്റെയിലിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഠിക്കാനുണ്ട്, ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ SCRTയും അതുപോലെ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷനും പിന്നെ HM വരെയുള്ള ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഈ ഡിവിഷൻ ഹാളിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് അവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഇത്രയും നാളായിട്ട് പഠിച്ചിട്ടില്ല, ഇനി എന്താണ് 2 മാസം കൊണ്ട് പഠിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്താണ് പേരെന്താണ്? അരുണിമ. 41ാം റാങ്ക് കാരി. സ്ഥലം കോഴിക്കോടാണ്, കാസർഗോഡ് ലിസ്റ്റിലാണുള്ളത്. ഈ സമരത്തിന് ആദ്യഘട്ടം മുതൽ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നതാണ്. താമസമൊക്കെ ഇവിടെ തന്നെയാണ്. രാപ്പകൽ സമരമാണ്. അപ്പോൾ ഇവിടെ തന്നെ കിടന്നുറങ്ങും, രാവിലെ ഫ്രഷപ്പായി വീണ്ടും വരും. അങ്ങനെ തന്നെ. പരീക്ഷ എഴുതിയപ്പോൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഈ തെരുവിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും? ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. 100ൻ്റെ ഉള്ളിൽ വന്നാൽ സേഫ് ആണെന്നാണ് പൊതുവെ ഒരു ധാരണ. അത് പാടെ മാറ്റുന്ന തരത്തിലായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെ LPST റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പ്രതികരണം. അതായത് നമ്മളോട് ആദ്യം സംസാരിച്ചത് 3ാം റാങ്കുകാരിയാണ്. ഇത്തരത്തിൽ 1ാം റാങ്ക് മുതൽ അങ്ങോട്ടുള്ള എല്ലാ റാങ്കുകാരും ഇപ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ തെരുവിലിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അല്പസമയം മുൻപാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഈ ഒരു സമരവേദിയിൽ ഉദ്യോഗാർത്ഥികളെ കണ്ട് സംസാരിച്ചിരിക്കുന്നു. ഈ സമരത്തിനുള്ള എല്ലാ പിന്തുണയും നിലവിലിപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷ എഴുതുന്ന സമയത്ത് അവർ പറഞ്ഞതാണ്, പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല ഇത്തരത്തിൽ ജോലിക്ക് വേണ്ടി സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന്. കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉൾപ്പെടെ നിലവിലിപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇവിടെ വന്നിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ വിഷമത്തിലാണ്. കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതാ കണ്ടില്ലേ, ഈ ഒരു പായ വിരിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ കിടക്കുന്നത്. ഫ്രഷപ്പ് ആവാനും മറ്റും ഈ സെക്രട്ടേറിയറ്റിന് തൊട്ടു മുൻപിലുള്ള ഹോട്ടലുകളെയും മറ്റുമാണ്
നിലവിലിപ്പോൾ ഇവർ ആശ്രയിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളും അവരുടെ വാക്കുകളുമാണ് നമുക്ക് അവരിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു വിഷയം സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുമായി അടക്കം ഇന്നലെ ചർച്ച നടത്തിയെങ്കിലും യാതൊരുവിധ പരിഹാരവുമായില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.